Hi students, how are you? I think you are all fine. Shall we start today's class, English classroom? Okay, get ready. ഇപ്പോൾ നമ്മളിന്ന് ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ടെക്സ്റ്റ് ബുക്ക്. വിക്ടേഴ്സ് ചാനൽ നിങ്ങൾ മാഷ ക്ലാസ് കണ്ടല്ലോ, അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നും പറയുന്നില്ല. നമ്മൾ നേരിട്ട് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. മാഷ് അതിൽ ഇംഗ്ലീഷ് മാത്രമാണല്ലോ യൂസ് ചെയ്തത്. സോ പല കുട്ടികൾക്കും അത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മലയാളം ഐഡിയ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ നേച്ചർ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ബീങ്സിനും ഉള്ളതാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. നമ്മൾ ആളുകൾ ഇവിടുത്തെ നാച്ചറുമായിട്ട് നല്ല ഹാർമണി ആയിട്ട് നിൽക്കണം, നല്ല സഹവർത്തിത്വത്തോടു കൂടി നിൽക്കണം. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയിൽ ഒരാളാവുക എന്നുള്ളത് അത് വളരെയധികം മോഹിപ്പിക്കുന്നൊരു കാര്യമാണ്. ഹാവ് യു ഹാവ് ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നേച്ചർ? എന്താണ് ചോദ്യം? നിങ്ങൾ നാച്ചറുമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വിനോദ സമയം നിങ്ങൾ നാച്ചറുമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒത്തിരി സമയം കിട്ടിയിട്ടുണ്ടാവും. എനിവേ നാച്ചർ ഈസ് വണ്ടർ. ആം ഐ റൈറ്റ്? അല്ലേ, ശരിയല്ല ഞാൻ ചോദിച്ചത്. സോ ഹിയർ ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബാലൻസ്ഡ് വിത്ത് ദ എസൻസ് ഓഫ് നേച്ചർ. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ബോയ് എങ്ങനെയാണ് പ്രകൃതിയുമായിട്ട് വളരെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചത് എന്ന് നമുക്ക് നോക്കാം. സോ ബി റെഡി, ലെറ്റ്സ് ഗോ ടു അവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, കുട്ടികളെ, ഇനി ഞാൻ സ്ക്രീനിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓരോ പാരഗ്രാഫായിട്ട് നിങ്ങളെ ഷോ ചെയ്യുകയാണ്, നിങ്ങളെ കാണിക്കുകയാണ്. കാണിച്ചത് എക്സ്പ്ലനേഷൻ നടത്തുകയാണ്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ ഇരുന്ന് അത് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, സോ സ്റ്റുഡൻസ്, ലെറ്റ്സ് എൻ്റർ ടു അവർ ടെക്സ്റ്റ് ബുക്ക്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കുകയാണ്. ആൽമരത്തിലെ സാഹസികതകൾ. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വേർ ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമൈൻ, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. ഇന്ത്യയിൽ ഞങ്ങളുടെ വീടും ഭൂമിയും എല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെ ആധിപത്യത്തിലായിരുന്നെങ്കിലും അതിഗംഭീരമായ പഴയ ആൽമരം തീർച്ചയായിട്ടും മുഖ്യമായിട്ടും എൻ്റേത് മാത്രമായിരുന്നു. അതിന് കാരണം 75 വയസ്സായ ഗ്രാൻഡ് ഫാദറിന് ആ മരം കയറാൻ കഴിയില്ലായിരുന്നു. ഗ്രാൻഡ് ഫാദർ യൂസ് ടു ടീസ് ഹിം എബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ പലപ്പോഴും ഇത് വെച്ച് അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് സെർട്ടൈൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൻ ഹൂ ലീവ്ഡ് ടു ദ ഏജ് ഓഫ് 117 and would have lived longer if she hadn't fallen while climbing an apple tree. പലപ്പോഴും ഗ്രാൻഡ് മദർ ഒരു ഇംഗ്ലീഷ് ലേഡിയെക്കുറിച്ച് പറയുമായിരുന്നു, കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന ഇംഗ്ലീഷ് ലേഡി. അവർ 117 വയസ്സ് വരെ ജീവിച്ചവരായിരുന്നു. പക്ഷേ അവർ ഒരു ആപ്പിൾ മരത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ അതിലപ്പുറം അവർ ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞാണ് ഗ്രാൻഡ് മദർ അദ്ദേഹത്തെ കളിയാക്കാറ്. സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കേർവ്ഡ് ടു ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ് ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. ആൽമരത്തിൻ്റെ പടർന്നു പന്തലിച്ചിരുന്ന കൊമ്പുകളും ശാഖകളെല്ലാം വീണ്ടും അത് ഗ്രൗണ്ടിലേക്ക് വളഞ്ഞു പോകുകയും അതവിടെ വേര് പിടിക്കുകയും ചെയ്ത് കുഴഞ്ഞുമറിഞ്ഞ ആർച്ചുകളായിട്ട് രൂപപ്പെട്ടിരുന്നു. അത് എനിക്ക് ഭയങ്കരമായ സന്തോഷം നൽകി, അറ്റമില്ലാത്ത സന്തോഷം നൽകി, എൻഡ്ലെസ് പ്ലഷർ നൽകി.
The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. ആ മരം വീടിനേക്കാളും ഗ്രാൻഡ്ഫാദറിനേക്കാളും വയസ്സുണ്ടായിരുന്നു. ഹിമാലയൻ താഴ്വരത്തിലുള്ള ഡെഹ്റ ടൗണിനെ പോലെ പഴക്കമുള്ളതായിരുന്നു. ഇത്രയുമാണ് ഫസ്റ്റ് പാരഗ്രാഫിലെ ഐഡിയ. ഈ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട സൈഡിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വേർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ ബട്ട് ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വീടും പറമ്പും ഗ്രാൻഡ് ഫാദറിൻ്റെ അധീനതയിലായിരുന്നെങ്കിലും അതിഗംഭീരമായ ആ പഴയ ബനിയൻ ട്രീ എൻ്റേതായിരുന്നു. വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞത്? അതിൻ്റെ ആൻസർ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എഴുതണം. പിന്നെ അത് എഴുതുമെന്ന് വിചാരിക്കുന്നു. എഴുതി നോട്ട് ബുക്കിലേക്ക് വെക്കുക. പിന്നെ ഇതിൽ ഡിഫിക്കൽട്ട് വേർഡുകൾ എന്താണെന്ന് നോക്കാം. നിങ്ങളത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് വേർഡ് മീനിങ് എഴുതണം. ഗ്ലോസറി കോളത്തിൽ നിങ്ങൾ എഴുതി വേർഡ് മീനിങ് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതണം. അപ്പോൾ ഫസ്റ്റ് വേർഡ് എനിക്ക് തോന്നുന്നു ഡൊമൈൻ ആധിപത്യം, മാഗ്നിഫിസൻറ്റ് അതിഗംഭീരമായ, ടീസ് കളിയാക്കുക, കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് ഡെസ്മോണ്ടിലെ കൗണ്ടസ് എന്നാണ് അർത്ഥം. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരുടെ ഭാര്യക്കാണ് കൗണ്ടസ് എന്ന് പറയാം. പ്രഭി എന്ന് മലയാളത്തിൽ പറയാം. ക്യാച്ച് ചെയ്തില്ലെങ്കിൽ എഴുതണമെന്നില്ല. പിന്നെന്താ? സ്പ്രെഡിങ് പടർന്ന് പന്തലിച്ച, ബ്രാഞ്ചസ് കൊമ്പുകൾ, കേർവ്ഡ് വളഞ്ഞു, ടുക്ക് റൂട്ട് വേര് പിടിച്ചു, മെയ്സ് കുഴഞ്ഞുമറിഞ്ഞ, ആർച്ചുകൾ എന്ന് വെച്ചാൽ കമാനങ്ങൾ, നമ്മളെ മനസ്സിലെ ചാപം ഇല്ലേ, അതുപോലത്തെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അത് മരത്തിൻ്റെ വേരുകൾ കൊണ്ടുണ്ടായി എന്നാണ് ഈ കുട്ടി നമ്മോട് പറയുന്നത്. എൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത, പ്ലഷർ സന്തോഷം, നെസ്ലിംഗ് സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫൂട്ട് ഓഫ് ദ ഹിമാലയാസ് ഹിമാലയത്തിൻ്റെ താഴ്വാരം, ഹിമാലയത്തിൻ്റെ താഴ്ഭാഗത്ത്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. നെക്സ്റ്റ് പാരഗ്രാഫ് ഏതൊക്കെ ക്രിയേച്ചേഴ്സാണ് ഈ ബനിയൻ ട്രീയിൽ വരുന്നത്, അവനോട് ഫ്രണ്ട്ലി ആവുന്നതിനെ കുറിച്ച് പറയുകയാണ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂറൽ. എൻ്റെ ആദ്യത്തെ ഫ്രണ്ടും ആദ്യത്തെ പരിചയക്കാരനും ഒരു കൊച്ചു ഗ്രേ സ്ക്യൂറലായിരുന്നു. ചാരനിറത്തിലുള്ള ഒരു അണ്ണാൻ കുഞ്ഞായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക് ഹാൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, he seemed at first to resent my invasion of his privacy. ഞാൻ അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ ആദ്യ കടന്നുകയറ്റത്തിൽ അവനൊരു മുഷിപ്പ് കാട്ടി. അവനിങ്ങനെ എയറിലേക്ക് സ്നിഫിങ് ഇങ്ങനെ മണത്തു നോക്കി. അവൻ്റെ ബാക്ക് പുറംഭാഗം ആർച്ചിട്ട രൂപത്തിലാക്കി വളച്ചു വെച്ചു. അവൻ്റെ അടുത്തേക്കുള്ള പ്രവേശനം അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. But when he found that I did not arm myself with a catapult or air gun, he became friendlier. പക്ഷെ അവൻ എൻ്റെ കയ്യിലൊന്നുമില്ല. I did not arm, ഞാൻ നിരായുധനാണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. എന്തായുധങ്ങൾ? കറ്റാപ്പുൾട്ട് അല്ലെങ്കിൽ എയർ ഗണ്ണ്. കറ്റാപ്പുൾട്ട് എന്ന് പറഞ്ഞാൽ ചവണ എന്നർത്ഥം. എയർ ഗണ്ണ് നമ്മളെ തോക്ക്. അങ്ങനെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ, അവൻ എൻ്റെ സൗഹാർദ്ദത്തിലായി. വെൻ ഐ സ്റ്റാർട്ട് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. പക്ഷേ ഞാൻ അവനെ ബിസ്ക്കറ്റും കേക്കും കൊടുത്ത് തിരിഞ്ഞു പോകാൻ നിന്നപ്പോൾ ഹീ ഗ്രൂ ബോൾഡർ, അവൻ ബോൾഡറായി എന്നുവെച്ചാൽ ധൈര്യവാനായി. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, അവസാനം എൻ്റെ കയ്യിൽ നിന്ന് വരെ അവൻ ഫുഡ്
വാങ്ങുന്ന അത്രയും പരിചയത്തിലേക്ക് അവൻ വന്നു. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. താമസിയാതെ അവൻ എൻ്റെ പോക്കറ്റിൽ വന്ന് സാധനങ്ങൾക്ക് വേണ്ടി തിരയുകയും ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്, അഥവാ അവൻക്ക് സ്വന്തം എൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും അവൻക്കുള്ളതുണ്ടോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു. He was a very young steward, and his friends and relatives probably thought him headstrong and foolish for trusting a human. അവനൊരു ചെറിയ കൊച്ചു സ്ക്യൂറലായിരുന്നു കേട്ടോ. ഒരു പക്ഷേ അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ ബന്ധുക്കളൊക്കെ പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ്സ്ട്രോങ് ആൻഡ് ഫോളിഷ്. അവനൊരു എടുത്തുചാട്ടക്കാരനാണ്, അവൻ വിഡ്ഢിയാണ് എന്നൊക്കെ അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ ബന്ധുക്കളും വിചാരിച്ചിട്ടുണ്ടാവാം. കാരണം ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ അവൻ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമുക്കിതിലെ മീനിങ്സ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് മീനിങ്? ഫെമിലിയർ എന്ന് പറഞ്ഞാൽ പരിചയം വരിക. പിന്നെന്താണ്? സ്നിഫിങ്, ഈ മൃഗങ്ങളൊക്കെ മൂക്കുകൊണ്ട് ഇങ്ങനെ മണക്കുന്നതിനെയാണ് സ്നിഫിങ് എന്ന് പറയാം. അപ്പോൾ നായൊക്കെ സ്നിഫിങ് ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കടന്നുകയറ്റം എന്നൊക്കെ പറയാം. അതിന് മുമ്പൊരു വേർഡ് ഉണ്ട് അല്ലേ, റീസെൻറ്റ്. റിസെൻ്റാണ്, റീസെൻ്റ് അല്ല. റീസെൻറ്റിൻ്റെ സ്പെല്ലിങ് മാറ്റമുണ്ട്. ഇതിൻ്റെ സ്പെല്ലിങ് RESENT ആണ്, റിസെൻ്റ് ആണ്. അതിന് മീനിങ് മുഷിപ്പ് കാട്ടുക, ഇഷ്ടക്കേട് തോന്നുക എന്നൊക്കെയാണ് അർത്ഥം. പ്രൈവസി, സ്വകാര്യത. കറ്റാപ്പുൾട്ട് എയർ ഗണ്ണ് എന്താണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോയിൽ ആ ഫോട്ടോ അടക്കം കണ്ടിട്ടുണ്ടാകും. ഒന്നും കൂടി നോക്കുക. കറ്റാപ്പുൾട്ട് ചവണയാണ്, നമ്മൾ കല്ലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ചവണ. പിന്നെ അടുത്തതെന്താ? ഡെൽവിങ്. ഡെൽവിങ് എന്ന് പറഞ്ഞാൽ തിരയുക, സെർച്ച് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പ്രോബബിളി. പ്രോബബിളി പറഞ്ഞാൽ ഒരു പക്ഷേ, അതായത് അങ്ങനെ സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് പ്രോബബിളി. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ദുർവാശിയുള്ള, എടുത്തുചാട്ടക്കാരനായ, താൻ തോന്നിയായ എന്നൊക്കെ അർത്ഥം. ട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സൈഡിലുള്ളത്? ഹൗ ഡിഡ് ദ സ്ക്യൂറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എങ്ങനെയാണ് സ്ക്യൂറൽ ആ കുട്ടിയുടെ സുഹൃത്തായി മാറിയത്? അത് ഡയറക്റ്റ് ആൻസർ നമ്മുടെ ടെക്സ്റ്റ് പാരാഗ്രാഫിലുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതണം. പിന്നെന്താ തേർഡ് ക്വസ്റ്റ്യൻ? വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്യൂറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? എന്താണ് സ്ക്യൂറലിൻ്റെ ഫ്രണ്ട്സുകൾ ഈ മനുഷ്യനുമായിട്ടുള്ള അവൻ്റെ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചത്? അതുപോലെ വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിപ്പിച്ചത്, അങ്ങനെ ചിന്തിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക. നെക്സ്റ്റ് പാരാഗ്രാഫിലേക്ക് പോകാം. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്, ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. വസന്തകാലത്ത്, വസന്തകാലം എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവനും പൂക്കളും കായ്കളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, നല്ല നീല ആകാശം ഒക്കെയുള്ള, നല്ല വ്യക്തമായ ആകാശമുള്ള, ചെറിയ കാറ്റ് വീശുന്ന രസകരമായ കാലാവസ്ഥക്കാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് ബനിയൻ ട്രീയുടെ അവസ്ഥ എന്താണ്? ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്, നല്ല ചുവന്ന ചെറിയ ചെറിയ ഫിഗ്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഫിഗ്സ് പറഞ്ഞാൽ ആൽമരത്തിലുണ്ടാകുന്ന ചെറിയ കായ്കൾക്കാണ് ഫിഗ്സ് എന്ന് പറയാം. ഫിഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത്തിപ്പഴത്തിന് പറയാറുണ്ട്. ഇവിടെ നമുക്ക് ആൽമരത്തിൻ്റെ ആ പഴത്തിന് ഫിഗ്സ് എന്ന് പറയാം. അതുപോലെ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിൻ്റെ കൊമ്പുകളിലേക്ക്
ഒത്തിരി പക്ഷികൾ പറന്നു വരും, കൂട്ടമായിട്ട് പറന്നു വരും. ആരൊക്കെയാണത്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, cheerful and greedy gossiping rosy pastures and parrots, crows. ഇവയൊക്കെയാണ് പറന്നു വരാറ്. അതൊക്കെ പക്ഷികളുടെ പേരാണ്. റെഡ് ബോട്ടംഡ് ബുൾബുൾ, ബുൾബുൾ പക്ഷി. അതുപോലെ റോസി പാസ്റ്റർ, ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ അതിനെ കാണാവുന്നതാണ്. അവരുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ചിയർഫുൾ, ഗ്രീഡി, ഗോസിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആ പക്ഷിയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. സന്തോഷമായ, അത്യാഗ്രഹിയായ, പൊങ്ങച്ചങ്ങൾ കാണിക്കുന്ന എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതുപോലെ പാരറ്റ്സ്, ക്രോസ്, തത്തകളും കാക്കകളും എല്ലാവരും കൂടിയായിട്ട് സ്കോബ്ലിംഗ് വിത്ത് ഈച്ച് അതർ, പരസ്പരം എന്ത് ചെയ്യും? സ്കോബ്ലിംഗ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വഴക്ക് കൂടും. അപ്പോൾ അതർ ഓൾ ടൈംസ് വിത്ത് ഈച്ച് അതർ, അതർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും. ഡ്യൂറിങ് ദ പിക് സീസണിൽ എന്താണ് ഉണ്ടാവുക? ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ് പ്ലേസ് ഓൺ ദ റോഡ്. ആ റോഡിലെ ഏറ്റവും ശബ്ദമുഖരിതമായ സ്ഥലം അത് ബനിയൻ ട്രീ ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? എവറി വേർഡ്സ് ഫ്രം ദ സറൗണ്ടിങ്സ് കംസ് ടു ദർ ആൻഡ് ദേ സ്റ്റാർട്ടിങ് ദെയർ മേക്കിംഗ് സൗണ്ട്സ്. അല്ലേ? എല്ലാവരും വന്ന് അവിടെ വെച്ച് സൗണ്ട് ഉണ്ടാക്കുന്നു. പാരഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ സ്പ്രിംഗ് സീസണിൽ ഒത്തിരി ബേർഡ്സുകൾ വരുന്നു എന്നുള്ളതാണ്. ആരൊക്കെയാണ്? ആരൊക്കെയാണ്? റെഡ് ബോട്ടം ബുൾബുൾ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിംഗ് റോസി പാസ്റ്റർ, പക്ഷിയുടെ പേരാണ് നേരത്തെ പറഞ്ഞിരുന്നു. പാരറ്റ്, ക്രോസ്, ഇവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള മീനിങ് സ്കോബ്ലിംഗ് തന്നെയായിരിക്കും. വഴക്ക് കൂടുക എന്നൊക്കെ അർത്ഥം. ചെറിയ രീതിയിൽ വഴക്ക് കൂടുക എന്നാണ് അതിൻ്റെ മീനിങ്. നോയ്സസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും നല്ല ശബ്ദം ഉണ്ടാക്കുന്ന. പിന്നെന്താ അറിയാനുള്ളത്? അതിൻ്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ പിക് സീസൺ? പിക് സീസണിൽ എങ്ങനെയാണ് ബനിയൻ ട്രീ വളരെ ശബ്ദമുഖരിതമായ സ്ഥലമായി മാറുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ മീനിങ്. ആൻസർ ആ പാരഗ്രാഫിലുണ്ട്, അത് മനസ്സിലാക്കുക. സ്റ്റുഡൻസ്, ലെറ്റ് us go to sum up today's class, I think, with this paragraph. ഓക്കെ, ഈ പാരഗ്രാഫും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 2 പാരഗ്രാഫ് പറഞ്ഞിട്ട്. ലിസൺ. Halfway up the tree, I had built a small platform on which I would often spend the afternoon when it wasn't too hot. ഞാൻ എന്ത് ചെയ്തിരുന്നു? ഈ ആഫ്റ്റർനൂണിൽ, സമ്മറിലെ ആഫ്റ്റർനൂണിൽ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആ മരത്തിൻ്റെ സെൻറ്ററിലായിട്ട്, മിഡിൽ ഭാഗത്തായിട്ട് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരുന്നു. ഒരു ഏറുമാടം പോലെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരുന്നു, ഇരിക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അവിടെ എനിക്കധികം ചൂടുണ്ടാവില്ലല്ലോ. ഐ കുഡ് റീഡ് ദർ, ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് വായിക്കാൻ പറ്റും. propping myself up against the bole of the tree with the cushion taken from the drawing room. അതായത് ഡ്രോയിങ് റൂമിലെ അഥവാ ഓഫീസ് റൂമിലെ ചെയറിൽ നിന്നും കുഷ്യൻ എടുത്ത് അവിടെ മരത്തിൻ്റെ ബോളിൽ അഥവാ മരത്തിൻ്റെ തടിയിൽ വെച്ച് അതിൽ ചാരിയിരുന്ന് ഞാൻ വായിക്കുമായിരുന്നു. ഏതെല്ലാമായിരുന്നു ഞാൻ വായിച്ചിരുന്നത്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. അതായത് എൻ്റെ ബാഗിൽ പല ബുക്കുകളും ഉണ്ടായിരുന്നു വായിക്കാൻ. അതിൽപ്പെട്ട ചില ബുക്കുകളാണ് ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, അതുപോലെ എഡ്ഗാർ റൈസ് ബറോസിൻ്റെ നോവൽസ്, ലൂയിസ മേ ആൽക്കോട്ടിൻ്റെ ബുക്കുകൾ, ഇതെല്ലാം അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ബുക്കുകളാണ് കേട്ടോ. നിങ്ങളിതിൽ ഏതെങ്കിലും വായിച്ചോ? ഓക്കെ, ലോക്ക്ഡൗൺ സമയത്ത് വായിക്കാൻ പറ്റിയ സമയം കൂടിയാണ്, പ്രയോജനപ്പെടുത്തുക. ഇത്രയാണ് ആ പാരാഗ്രാഫിൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ഐഡിയ എന്താണ്? നത്തിങ്. ഇവൻ ആ മരത്തെ അവൻ്റെ റെസ്റ്റിംഗ് ടൈമിൽ, അഥവാ രസകരമാക്കാൻ വേണ്ടി അവൻ ഉപയോഗിച്ചിരുന്നു. അവിടെ പ്ലാറ്റ്ഫോം നിർമ്മിച്ചു, അതിന് മുകളിലിരുന്ന് വായിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നർത്ഥം. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ഡിഡ്
the boy make the spring season exciting for himself? ആ സ്പ്രിംഗ് സീസണിൽ അവൻ എങ്ങനെയാണ് അവനെ തന്നെ എക്സൈറ്റിംഗ് ചെയ്യാൻ, അതിശയിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്തത് എന്നുള്ളതാണ്. ആൻസർ ഇവിടെ തന്നെയുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വേർഡ് ഏതാണ്? പ്ലാറ്റ്ഫോം അറിയാമല്ലോ. പ്ലാറ്റ്ഫോം നമ്മൾ ഇരിക്കാൻ പറ്റിയ സ്ഥലം, ഒരു പരന്ന സ്ഥലം എന്നൊക്കെ പറയാം പ്ലാറ്റ്ഫോം. വേറെ എന്താണ്? പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാരി ഇരിക്കുക. പ്രോപ്പിംഗ് എന്ന ഒരു ഇതിൻ്റെ സഹായത്തോടു കൂടി ചാരി ഇരിക്കുക. നമ്മൾ തലയിണയിലേക്ക് നമ്മൾ ചാരി ഇരിക്കുന്നതിന് പ്രോപ്പിംഗ് എന്ന് പറയാം. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. എന്താ പറയുന്നു നോക്കാം. When I did not feel like reading, എനിക്ക് റീഡിങ് ചെയ്യാൻ തോന്നാത്ത സമയം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബനിയൻ ട്രീസ്, ബനിയൻ ഇലകൾക്ക്, ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴെയുള്ള ലോകത്തോട്ട് നോക്കും. ഞാൻ ചില മരത്തിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് താഴോട്ട് അങ്ങനെ നോക്കും, താഴെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അവൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ വാഷിംഗ്. ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുകയായിരിക്കും? ഒന്നുകിലോ അലക്കിയത് ഉണങ്ങാൻ വേണ്ടി തൂക്കിയിടുക, അല്ലെങ്കിൽ ഉണങ്ങിയത് എടുക്കുക, ഇതൊക്കെയായിരിക്കും ചെയ്യുക. അതുപോലെ അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, അവിടെയുള്ള പാചകക്കാരൻ ഫ്രൂട്ട് വെൻഡറുമായിട്ട് അഥവാ ഫ്രൂട്ട് കച്ചവടക്കാരനുമായിട്ട് ചെറിയ ക്വാറലിംഗ് നടത്തുന്നത്, എന്നുവെച്ചാൽ വഴക്ക് കൂടുന്നത് കാണാം. മറ്റൊരു കാഴ്ച ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. തൻ്റെ ഇംഗ്ലീഷ് പൂന്തോട്ടത്തിൽ വളർന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡിനോട് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് മുരളുന്നതായിരിക്കും, അല്ലെങ്കിൽ പരാതി പറയുന്നതായിരിക്കും കാണുക. ഇന്ത്യൻ മാരിഗോൾഡ് തന്നെ മല്ലിക പൂ പോലത്തെ സംഭവങ്ങളാണ്. അത് നിങ്ങൾക്ക് നെറ്റിലടിച്ചെടുത്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുക്കലുള്ളത് ഗാർഡൻ, ഇംഗ്ലീഷ് ഗാർഡനാണ്. അതിൽ ഇന്ത്യൻ മാരിഗോൾഡിന് വളരാൻ ഗ്രാൻഡ് ഫാദർ സമ്മതിക്കില്ലായിരുന്നു. അതുപോലെ യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. സാധാരണ രീതിയിൽ ഞാൻ ബനിയൻ ട്രീയിലായിരിക്കുന്ന സമയത്ത് അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള, ആവേശം വരുത്തുന്ന യാതൊരു രീതിയിലുള്ള കാഴ്ചകളും കാണാറില്ലായിരുന്നു. ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷെ ഒരു പ്രത്യേകമായൊരു സായാഹ്നത്തിലുള്ള ആഫ്റ്റർനൂണിൽ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. എനിക്ക് ഈ വേനൽക്കാലം വരെ ഓർക്കാൻ ഉതകുന്ന രീതിയിലുള്ള നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായി. എ ബിഗ് എക്സ്പീരിയൻസ് ഐ ഹാഡ് എന്നാണ് ഈ കുട്ടി നമ്മോട് വിശദീകരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ എക്സൈറ്റ്മെൻറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഗെറ്റ് റെഡി. ഇപ്പോൾ കുട്ടികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ റെഡിയാണ്. 5th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊന്ന് 5 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഇത്രയും എടുത്ത് പാരാഗ്രാഫിലെ വേർഡ് മീനിങ്സ് എഴുതാനുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറയാനുള്ള വേർഡ് മീനിങ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ വലിയ വേർഡുകളൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു. ഹാങ്ങിങ് അപ്പ് എന്ന് വെച്ചാൽ തൂക്കിയിടുക. ക്വാറലിംഗ് എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടുക. വെൻഡർ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നടന്ന് വിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരെയാണ് നമ്മൾ വെൻഡർ എന്ന് പറയാം. ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ പെടുക എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ മുരണ്ട് ശബ്ദം ഉണ്ടാക്കുക. വേറെന്താ? വേറെ അതിലൊന്നുമില്ല. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആവേശം ഉണ്ടാക്കുന്ന. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഡൗട്ട്സ് ചോദിക്കുക. പെട്ടെന്ന് ചെയ്തുകൊണ്ട് പല പ്രയാസങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇഫ് യു
don't understand the ideas, just clear with me. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, മലയാളത്തിൽ ഐഡിയ പറഞ്ഞ് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.